നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നടക്കുന്നത് വീണ ജോർജിനെതിരെയുള്ള വ്യക്തിവിരോധത്തിന്റെ ഭാഗത്തുമായിട്ട് വലിയ സമ്മർദ്ദങ്ങൾ നടക്കുകയാണ്. എന്തിനാണ് ഇന്ന് നിങ്ങൾ കപ്പലിന്റെ പ്രതീകം ഉണ്ടായിട്ട് സമരം നടത്തുകയാണ്? എന്ത് കപ്പലിന്റെ പ്രതീകത്തിൽ അത്ര വലിയ പ്രശ്നമാണ് അവിടെ നടന്നത്? കേരളത്തിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു ദിവസം മരിച്ചു വീഴുന്ന എണ്ണം നിങ്ങൾ എണ്ണി നോക്ക്. ഒരു വാർത്ത വരുന്നില്ല കേരളത്തിൽ. ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? ഏതെങ്കിലും ചാനലിൽ കണ്ടോ? റിപ്പോർട്ട് അങ്ങനെയല്ല പറയട്ടെ. റിപ്പോർട്ടർ ടിവിയിൽ ഞാൻ 4-5 ദിവസമായിട്ടല്ല, ഒരു 2-3 മാസമായിട്ട് സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വരുന്ന വാർത്തകൾ മുഴുവൻ കൊടുക്കലുണ്ട്. ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഏത് മാധ്യമങ്ങളാണ് അത് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു മാധ്യമങ്ങളും ചെയ്യാറില്ല. കേരളത്തിലെ ചികിത്സാ പിഴവ് കാരണം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമോ? ഏകദേശം 200-250 ശസ്ത്രക്രിയ നടത്തി 1 അല്ലെങ്കിൽ 2 എണ്ണം ഫെയിലിയർ ആവുന്നുണ്ട്. ഇല്ലേ? ഇതൊന്നും വാർത്തയാവുന്നില്ലല്ലോ. ഇവിടെ ഇത് ബിൽഡിംഗ് ഇടിഞ്ഞു വീണു. ശരിയാണ്. കാരണം എന്താണ്? ഈ ബിൽഡിംഗ് കാലപ്പഴക്കത്തിൽ പഴയ ബിൽഡിംഗ് ആണ്. ഇത് പൊളിച്ചു മാറ്റേണ്ട ബിൽഡിംഗ് ആയിരുന്നു. പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു. പക്ഷെ പൊളിച്ചു മാറ്റിയിട്ടില്ല, വീണു. അതിന്റെ ഉത്തരവാദിത്വം അവർ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെയാണെന്നുള്ളത്.